അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, വളാഞ്ചേരി എടയൂർ പൂക്കാട്ടിരി IRHSS സ്കൂളിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നതാണ് അൽ ഫജ്ർ ഹോളി ഖുർആൻ കോളേജ്. 2022 ജൂൺ 6 ജമാഅത്തെ ഇസ്ലാമിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ടി ആരിഫ് സാഹിബ്, അതേപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഏറെ പ്രവർത്തിക്കുന്ന ഡോക്ടർ ആർ യൂസുഫ് സാഹിബ്, ശാന്തപുരം അൽ ജാമിയയുടെ ഡയറക്ടർ VK അലി സാഹിബ്, ഇവരുടെ എല്ലാവരുടെയും നേതൃത്വത്തിലാണ് അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. നമ്മുടെ നാട് നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ തന്നെ ഈ AI കാലഘട്ടത്തിൽ, ഈ IT കാലഘട്ടത്തിൽ ഒരുപാട് ബൗദ്ധികമായ വിഭവങ്ങളുടെ അതിപ്രസരത്തിലാണുള്ളത്. ചെറിയ കുട്ടികൾ മുതൽ പല പല അലുമിനികൾ വരെ വളരെ ജീവിതങ്ങൾ വളരെ വഴിവിട്ട ഇതിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഭൗതിക വിദ്യാഭ്യാസം മാത്രം ആർജിച്ച് മതവിദ്യാഭ്യാസമില്ലാത്തതിൻ്റെ പേരിൽ ജീവിതത്തിൻ്റെ ക്രമങ്ങൾ താളം തെറ്റുകയും കുട്ടികൾ വഴിവിട്ട ജീവിതത്തിലേക്കും ഡ്രഗ്സിലേക്കും മറ്റ് ലഹരിയിലേക്കും അവരുടെ ജീവിത ദൗത്യത്തിൽ നിന്ന്, ജീവിത നിർവഹണത്തിൽ നിന്ന് വഴിതെറ്റി പോകുമ്പോൾ കുറച്ചെങ്കിലും കുട്ടികളെ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ്റെ മാർഗത്തിലേക്ക് ചലിപ്പിക്കുക, അവരെ ഇസ്ലാമിൻ്റെ പ്രബോധകരും പ്രചാരകരുമായി മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കേരളത്തിലെ പല ഭാഗങ്ങളിലും ഖുർആൻ കോളേജുകൾ തുടങ്ങിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾക്ക് ഖുർആൻ ഹിഫ്ളാക്കുക, ഖുർആൻ ഹിഫ്ളാക്കുന്നവരെ കുറിച്ച് ഇമാം ഷാഫി പറഞ്ഞത് വഹി ഇല്ലാത്ത പ്രവാചകന്മാർ എന്നാണ്. അതുതന്നെ ഖുർആൻ ഹിഫ്ളാക്കുന്ന കുട്ടികളെ അതിന് പ്രോത്സാഹിപ്പിക്കുന്ന രക്ഷിതാക്കളെ സ്വർഗത്തിൽ വെച്ച് വളരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും എന്നാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ അർത്ഥത്തിൽ വരും തലമുറയിലെ കുറച്ചെങ്കിലും പേരെ ഖുർആൻ്റെ പ്രചാരകരും പ്രബോധകരുമായി മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നേരത്തെ പറഞ്ഞ പോലെ 2.5 വർഷം മുമ്പ് അൽ ഫജ്ർ ഖുർആൻ കോളേജ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇവിടെ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ 19 ജുസിൻ്റെ മേൽ ഖുർആൻ ഹിഫ്ളാക്കിയ കുട്ടികളുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് ഖുർആൻ്റെ തജ്വീദുകളും അതിൻ്റെ ഇൽഹാറും ഇദ്ഗാമും ഇഖ്ഫാവും അതിൻ്റെ മഖ്റജുകളും എല്ലാം പഠിപ്പിക്കുന്ന, അതിൻ്റെ മാനിൽ മുഫ്രദാത്ത് പഠിപ്പിക്കുന്ന, അതിൻ്റെ അഹ്കാം ശുറൂത്ത് പഠിപ്പിക്കുന്ന, അതിൻ്റെ തഫ്സീറുകൾ, അതെല്ലാം നമ്മുടെ ലക്ഷ്യമാണ്. അതിലേക്കെല്ലാം കുട്ടികളെ എത്തിക്കണം എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഈ കുട്ടികൾ പഠിച്ച് വളർന്ന് വലുതായി കഴിഞ്ഞാൽ അവരെ സമൂഹത്തിന് സമർപ്പിക്കണം. ഖുർആൻ ഹിഫ്ളാക്കുന്ന കുട്ടികളെ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന ഖുർആൻ കോമ്പറ്റീഷൻ മത്സരങ്ങളിലേക്ക് കൊണ്ടുപോകണമെന്നൊക്കെ ഞങ്ങളുടെ സ്വപ്നമാണ്. അൽ ഫജ്റിന് ഇന്ന് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികൾ ഭാവിയിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിൻ്റെയും ഖുർആൻ്റെയും പ്രചാരകരും പ്രബോധകരുമായി മാറണമെന്നതും ഞങ്ങളുടെ സ്വപ്നമാണ്. അങ്ങനെ വലിയൊരു സ്വപ്നമാണ് ഞങ്ങൾ അൽ ഫജ്റിലൂടെ കാണുന്നത്. അവർക്ക് ഖുർആൻ പഠനം മാത്രമല്ല, മറ്റുള്ള കുട്ടികൾക്കുള്ള പോലെ തന്നെ അവർക്ക് മറ്റുള്ള ആക്ടിവിറ്റീസ്, അത് സ്പോർട്സ് ആയാലും വ്യത്യസ്തമായ വർക്ക് ഷോപ്പുകളായാലും സാഹിത്യ സമാജമായാലും മോഡൽ പാർലമെൻ്റ് ആയാലും എല്ലാ നിലയിലേക്കും അവരെ നേരത്തെ പറഞ്ഞ പോലെ മതഭൗതിക വിദ്യാഭ്യാസത്തെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു പാഠ പദ്ധതിയാണ് ഞങ്ങൾ അൽ ഫജ്റിന് വേണ്ടി ആവിഷ്കരിച്ചിട്ടുള്ളത്. അതിമിടുക്കന്മാരായ നല്ല മികവുള്ള അധ്യാപകരും മെൻറ്റർമാരുമാണ് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത്. നല്ല ഹോസ്റ്റലും നല്ല ഭക്ഷണവും എല്ലാം അവർക്ക് വേണ്ടി അതിനായി ഒരുക്കിയിട്ടുണ്ട്. നല്ലൊരു ക്യാമ്പസാണ് അൽ ഫജ്ർ ക്യാമ്പസ്. അപ്പോൾ അങ്ങനെയുള്ള
എല്ലാവിധ കഴിവുകളും എല്ലാവിധ യോഗ്യതകളും എല്ലാ മേഖലയിലും മികവ് കാണിക്കുന്ന, അത് ഖുർആൻ്റെ വിഷയത്തിലും മറ്റുള്ള ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ വിഷയത്തിലും ഒക്കെ മികവ് വളർത്തുന്ന കുട്ടികളെയാണ് ഞങ്ങൾ ഇവിടെ വളർത്തിക്കൊണ്ടുവരുന്നത്, അവരെ പഠിപ്പിച്ച് തയ്യാറാക്കുന്നത്. നാളെ ഇസ്ലാമിൻ്റെ ആ പ്രബോധനം നിർവഹിക്കാൻ പാകപ്പെടുത്തുന്ന ഒരു ക്യാമ്പസും കൂടിയാണിത്. ആ അർത്ഥത്തിൽ നിങ്ങളുടെ കുട്ടികളെ ഈ സ്ഥാപനത്തിലേക്ക് അയക്കുകയും നാളെ നിങ്ങൾക്ക് നിങ്ങളുടെ പരലോക മോക്ഷത്തിന് വേണ്ടി ഈ ദുനിയാവിലും പരലോകത്തും നിങ്ങൾക്ക് കൺകുളിർമയുള്ള മക്കളായി നിങ്ങളുടെ മക്കളെ കിട്ടണമെങ്കിൽ മറ്റുള്ള ഭൗതികമായ ആർഭാടത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും പിന്നാലെ ഓടാതെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രചാരകരായി മാറ്റാൻ നമ്മുടെ മക്കൾക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനായി നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ ബന്ധത്തിൽപ്പെട്ടവരെയും ഈ സ്ഥാപനത്തിലേക്ക് അയച്ച് അവരെ നല്ല നിങ്ങൾക്കും സമൂഹത്തിനും കുടുംബത്തിനും രാഷ്ട്രത്തിനും ലോകത്തിന് തന്നെ മാതൃകയായ ഉത്തമ പൗരന്മാരായി വളർത്തിക്കൊണ്ടുവരാൻ നിങ്ങളുടെ സഹായങ്ങൾ, നിങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.